ആ ചങ്ങായിമാരെ നമ്മളെ ഫോളോവേഴ്സിന് കുറഞ്ഞ വിലക്ക് കിളിക്കുഞ്ഞുങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ നമുക്ക് കിളികൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന രീതി നോക്കാം. ഒരുപാട് പേർക്ക് ഭയങ്കര ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ഒരു പാത്രത്തിൽ വേണ്ടത്ര വെള്ളം വെച്ചിട്ട് അതിലേക്ക് പൊടി മിക്സ് ചെയ്യണം നല്ലത്. കാരണം പൊടി മിക്സ് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട കുത്തിയിട്ട് നമ്മൾ ഫില്ലറിലൊക്കെ ടൈറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് കിളികൾക്ക് ബുദ്ധിമുട്ട് വരും. ഇതേപോലെ നമ്മൾ ടൈറ്റ് ആക്കി എടുത്തതിന് ശേഷം കുറുക്കി കുറുക്കി എടുക്കുക. എന്നിട്ട് വേണ്ടത്ര കുറുക്കായതിനു ശേഷം നല്ലപോലെ ഇളക്കി എടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ട് തണുത്ത് ആറിയതിന് ശേഷം മാത്രം കിളികൾ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ ക്രോപ്പ് അതിൻ്റെ വയറൊക്കെ ഉരുകിപ്പോകും. കാരണം എന്താ വെച്ചാൽ സ്കിന്ന് അതിൻ്റെ അത്രയും ലോലമായിട്ടുള്ള സ്കിന്നുകളാണ്, ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളെ നല്ല പോലെ നമ്മളൊന്ന് ഉണർത്തണം കേട്ടോ. കുഞ്ഞുങ്ങളൊന്ന് ആക്റ്റീവ് ആക്കണം. അല്ലെങ്കിൽ അവരെ മൂക്കിലേക്കൊക്കെ ഫുഡ് കയറാൻ ചാൻസ് കൂടുതലാണ്. കാരണം കുഞ്ഞുങ്ങൾ ഫുൾ ടൈം ഉറങ്ങുന്ന കുഞ്ഞുങ്ങളായിരിക്കും, ചെറിയ കുഞ്ഞുങ്ങൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായതിൻ്റെ ക്രോപ്പ് ഫീഡിംഗ് ആണ്. ക്രോപ്പ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫില്ലർ വെച്ചിട്ട് ട്യൂബ് വെച്ചിട്ട് വയറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. കാരണം ഓരോ കുഞ്ഞിന് നമ്മൾ ചുണ്ടിൽ കൊടുക്കുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് അത്രയും ടൈം നമുക്ക് കൊടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫില്ല് ചെയ്യും. ഇതാണ് ഏറ്റവും നല്ലത് കൊടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇത് മൂക്കിലേക്ക് നമുക്ക് കയറാൻ ചാൻസ് കുറവാണ്. കൊടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന കുറച്ച് ഫുഡ് അതിൻ്റെ ചുണ്ട് കൊടുക്കണം. കാരണം കിളിക്ക് അവരെന്താണ് കഴിച്ചത് ആ ഫുഡിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്ര ടെമ്പറേ വയറ് പാടുള്ളൂ, ഓവർ ടെമ്പർ ആക്കരുത്. കാരണം ഒരു ദിവസം 5 നേരം എങ്കിലും മിനിമം നിങ്ങൾ കൊടുക്കണം, 3 മണിക്കൂർ ഇടവിട്ടിട്ട്. എങ്കിലേ കിളികൾ പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് വളർന്നു വരുള്ളൂ. ചില ആളുകൾ രാവിലെ ഒരു തവണ, ഉച്ചക്കൊരു തവണ, രാത്രി ഒരു തവണ, അങ്ങനെ 3 തവണ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൊടുക്കരുത്, 5 തവണയായിട്ട് കൊടുക്കണം. ക്രോപ്പിൽ ഒരുപാട് ഫുഡ് വന്നാൽ അത് ദഹിച്ചു പോകും, ഒരുപാട് ടൈമാവും. കിളികള് എന്താ പറയുക, വളർച്ച കുറവായിട്ട് ഫെദറൊക്കെ വരാൻ ബുദ്ധിമുട്ടാവും. ഇതിന്റെ കൂടെ നമുക്കിന്ന് കൊടുക്കാനുള്ള കുറച്ച് സൺകുനൂറുകൾ, കുറച്ച് സൺചീക്ക് കൊണൂറുകൾ, കുറച്ച് ക്രിംസൺ ബെല്ലി കൊണൂറുകൾ, കുറച്ച് ബ്ലൂ പൈനാപ്പിളിന്റെ കൊണൂറുകളും കൊടുക്കാനുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് എൻ്റെ മൊബൈൽ നമ്പറായ 9846 എന്ന നമ്പറിൽ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക. കോൾ വിളിച്ചാൽ കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഇണക്കി വളർത്തി തനിയെ തിന്ന് തുടങ്ങുന്ന കിളികളാണ്. ഇവരെ നമ്മൾ DNA ചെയ്തിട്ടുണ്ട്, ആണും പെണ്ണും തിരിഞ്ഞതാണ്. ഇത് നമ്മൾക്ക് അടുത്ത ബാച്ചിലേക്ക് സെയിൽ ഉണ്ടാവും. അടുത്ത ബാച്ച് മീൻസ് അടുത്ത മാസം. നമ്മളടുത്ത് കുറച്ച് കുഞ്ഞുങ്ങളെ ഇതേപോലെ നമ്മൾ ഇണക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ദൂരത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ ലോങ് ഡെലിവറി പോസിബിൾ അല്ല, അതുകൊണ്ടാണ്. നമ്മളെ പേരൻസിനെ ചോദിച്ചു, കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ കിളികളെ വലിയ കിളികളായാലും എങ്ങനെ കിട്ടുക, അതിന്റെ ഫോട്ടോ വീഡിയോ തരും വെച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇതിന്റെ പേരൻസ് കിളികളുണ്ട്. എന്റെ പേരൻസ് കിളികൾക്കും ഞാൻ ആൻഫീഡ് ഫോർമുല കൊടുക്കാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പരിപാലിക്കാനും കിളികൾക്ക് നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ കിളികൾക്ക് മരുന്ന് കൊടുക്കണം. ഏറ്റവും ബെറ്റർ ഇതേപോലെ ആൻഫീഡ് ഫോർമുല കൊടുത്ത് ശീലിപ്പിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ ബേഡ്സിന്റെ അപ്ഡേഷൻ അറിയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ QR കോഡ് ഈ വീഡിയോന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.